പിണറായി വിജയൻ സ്വെയറിംഗ് ഇൻ ചെയ്ത്, അതായത് എന്താണ് മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്ന ആ വേളയിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് പാദസേവ ചെയ്യുന്നവർക്ക് ഇവിടെ മുൻപോട്ട് പോകാൻ അവസരമുള്ളതാണ് ഉള്ളൂ എന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് പാദസേവ ചെയ്യുക എന്ന് മാത്രവുമല്ല, അതിലുമുപരി പല കാര്യങ്ങളും അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ ഒളിച്ചു വെച്ചിരുന്നോ എന്ന് ഇപ്പൊ നമുക്ക് സംശയം തോന്നും. ഇതാ ഉദാഹരണത്തിന് നമുക്ക് വീണ്ടും നോക്കാം. പിന്നെ IAS വി അശോക്, അദ്ദേഹമാണെങ്കിൽ IAS അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ആള് കൂടിയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് എത്ര ശക്തമായ രീതിയിലാണ് ഗവൺമെന്റിന്റെ വിരോധം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലായി പല സ്ഥാപനങ്ങളിൽ നിന്നായി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കളിക്കുകയാണ് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ്. ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. അതായത് നമ്മുടെ മാർച്ച് 17, 2025 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ $200 മില്യൺ വായ്പ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ് ആ വായ്പ. ഇന്ത്യ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള വായ്പ, കാർഷിക സമഗ്ര മുന്നേറ്റത്തിന്. അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ വേണ്ടിയാണ് വേൾഡ് ബാങ്ക്, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇങ്ങനെ ഈ $200 മില്യൺ വായ്പ ഇന്ത്യക്ക് അനുവദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട അത് 709,65,00,000 കേരളത്തിന് വിഹിതമായി കിട്ടേണ്ടത്. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 139.66 കോടി രൂപ നമുക്ക് മാർച്ച് 17 കിട്ടുന്നു. മാർച്ച് 17, 2025 നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക്, കേരള ഗവൺമെന്റിന് ആ എമൗണ്ട് 139.66 കോടി രൂപ വരുന്നു. സാധാരണ രീതിയിൽ അന്ന് കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ അശോകിന്റെ അധികാര പരിധിയിലേക്കാണ് ആ എമൗണ്ട് എത്തേണ്ടത്. പക്ഷേ എത്രയോ, അതായത് ഒരു എമൗണ്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പണം വന്നാൽ 15 ദിവസത്തിനകം കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിൽ ആ പണം എത്തിയിരിക്കണം. അത് വളരെ കൃത്യമായിട്ട്, അതായത് ഫയലുകൾ കെട്ടിക്കിടക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ജാഗ്രതയോടുകൂടി വേൾഡ് ബാങ്കിന്റെ പണം ഉപയോഗിച്ചിരിക്കണം. അതിന്റെ ഉപയോഗം എങ്ങനെ നടത്തി, കാര്യക്ഷമമായി നടത്തിയോ, കാർഷിക മേഖലയ്ക്ക് വളർച്ച ഉണ്ടായോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായി അവരുടെ ആൾക്കാർ വന്ന്, വേൾഡ് ബാങ്കിന്റെ ആൾക്കാർ വന്ന് അന്വേഷിക്കും. ഇവിടെ അതൊക്കെ നടത്തി റിപ്പോർട്ടൊക്കെ സ്വീകരിച്ചിട്ട് അത് വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്ന വായ്പയാണ്. ഇവിടെ ഇന്ത്യൻ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം 800 ദിവസമോ മറ്റോ നീണ്ട സമരം കർഷകർ നടത്തിയത് ഒന്നും മറന്നു പോകാറായിട്ടില്ല. വീണ്ടും ഇടയ്ക്കിടെ സമരം നടത്തും എന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ പതുക്കെ തണുപ്പിച്ചു നിർത്തുന്നത്. തട്ടിയും തലോടിയുമാണ് തണുപ്പിച്ചു നിർത്തുന്നത്. കേരളത്തിലെ കാര്യമാണെങ്കിൽ ഏറ്റവും കഷ്ടമാണ്. ഞാൻ നേരത്തെ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 1975 നെൽകൃഷിക്ക് തന്നെ എത്ര ലക്ഷം ഹെക്ടർ ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്? കേരളത്തിൽ 8 ലക്ഷത്തിലധികം ഹെക്ടർ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിലാണ് ഇപ്പോൾ ഈ 2025 ആവുമ്പോഴേക്കും 2 ലക്ഷം ഹെക്ടറിന്റെ ചുറ്റുവട്ടത്തിലാണ് നെൽകൃഷി ഉള്ളത്. അത്ര താഴ്ന്നു പോയി നെൽകൃഷി. അപ്പൊ നമുക്ക് വേണ്ട അരി നമ്മൾ എവിടുന്ന് വരുത്തുന്നു? പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ, അതായത് കാർഷിക മേഖലയ്ക്കുണ്ടായ തകർച്ച കാരണം കൊണ്ട് കണ്ടമാനം പെസ്റ്റിസൈഡ്സ് അടിച്ചാൽ മാത്രമേ കൃഷിയാണെങ്കിലും, എന്ത് തരത്തിലുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും, എന്തിന്റെ കൃഷിയാണെങ്കിലും കണ്ടമാനം പെസ്റ്റിസൈഡ്സ് അടിക്കണം. അങ്ങനെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച് കയറ്റുന്ന നെല്ലും അരിയും ഒക്കെയാണ് നമ്മളൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ കർഷകനും അവനവന്റെ ആവശ്യത്തിന് നെല്ല് കൃഷി ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവര് അത്രയധികം പെസ്റ്റിസൈഡ്സ് അടിക്കില്ല. ഇത് എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കുമാണ് ഇതുകൊണ്ടുള്ള അപകടം എന്ന് മനസ്സിലാക്കിയാണ് അവരത് ഉപയോഗിക്കുക. അപ്പൊ പെസ്റ്റിസൈഡ്സിന്റെ യൂസ് ഒക്കെ വളരെ കുറച്ച് വളരെ കൃത്യതയോടെ കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിനൊക്കെ വേണമെങ്കിൽ അതിനൊക്കെയാണ്, അതായത് ആ തരത്തില് ക്ലൈമറ്റിനെ തൃപ്തിപ്പെടുത്തി, ക്ലൈമറ്റിനെ മിതപ്പെടുത്തി കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്ത് അങ്ങനെ മുൻപോട്ട് പോകാൻ വേണ്ടി അപ്പൊ എല്ലാ തരത്തിലും ഈ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക.
അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയെ നമ്മൾ പിന്നെ കൂടെ ചേർത്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇങ്ങനെ പല ഉദ്ദേശങ്ങളോടുകൂടി കിട്ടിയ വായ്പ, ആ വായ്പ കേരളത്തിലേക്ക് വന്ന് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച്, അതായത് നമ്മൾ ഈ കൃഷിയിൽ ഇത്ര പിന്നോക്കം പോയി. റബ്ബർ കർഷകര് റബ്ബറെല്ലാം വെട്ടി മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുകയാണ്. കാരണം റബ്ബറിന്റെ തറവില ഇത്ര രൂപ 170 രൂപ തരാമെന്നൊക്കെ പറഞ്ഞ് ഭരണത്തിൽ വന്ന ഗവൺമെന്റിന് അതിനൊന്നും യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ സമസ്ത മേഖലകളും, പിന്നെ വന്യമൃഗ മനുഷ്യ സംഘർഷം വേറൊരു വശത്ത്, ഇങ്ങനെ കൃഷിയിൽ കർഷകൻ പെടാപ്പാട് പെടുക, അവൻ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പറയപ്പെട്ട 139 കോടി വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ പരിസ്ഥിതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ, പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ, കോട്ടം തട്ടാത്ത രീതിയിൽ കൃഷിയുമായി മുന്നോട്ട് പോകണം, കൃഷിയെ വികസിപ്പിക്കണം. അതിനാണ് ഈ പണം കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് കാർഷിക വകുപ്പ് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? അപ്പൊ അത് ഫണ്ട് കിട്ടാതിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ വി അശോക് അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടാകും. ആ പ്രതിഷേധത്തിന്റെ സ്ഫുലിംഗങ്ങളാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടത്. അതായത് ഇങ്ങനെ പണം കിട്ടിയെന്നും അത് കാർഷിക മേഖലയിൽ എത്തിയില്ല, കാർഷിക വകുപ്പിൽ എത്തിയില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ പല പ്രാവശ്യമായിട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയും അദ്ദേഹം ഇതുപോലെ പിന്നെ കേന്ദ്ര ട്രൈബ്യൂണലിന്റെ അടുത്ത് പോകുന്നു. ട്രൈബ്യൂണൽ അദ്ദേഹത്തിന് പിന്നെ അതായത് IAS അസോസിയേഷൻ അധ്യക്ഷനായിട്ട് പോലും അദ്ദേഹത്തിന്റെ നേരെയും ഈ പറയപ്പെട്ട ഉരുക്കുമുഷ്ടി കാണിക്കുന്നതിന് ആർക്കും ഒരു ഭയവുമില്ല. പക്ഷെ അദ്ദേഹത്തെയും ഈ ട്രൈബ്യൂണൽ സംരക്ഷിച്ചു നിർത്തുന്നു. ഗവൺമെന്റിന് അതും ഏൽക്കുന്ന അടിയാണ്. അപ്പൊ ഇപ്പൊ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലും ഈ അശോകിന്റെ കാര്യത്തിലും ഗവൺമെന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. അപ്പൊ ഒരു കാര്യവും കൂടി ഓർക്കണം, കൃഷി ഇങ്ങനെ നാശോന്മുഖമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ മിസ്റ്റർ അശോക് വളരെ കാര്യക്ഷമതയോടുകൂടി ഇത്ര കാലവും IAS ഓഫീസറായിട്ട് എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കാര്യക്ഷമത അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കാര്യക്ഷമത കാണിക്കാൻ പറ്റുന്ന ഒരു ഓഫീസറോടാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഈ ചതി ആരോടാ കാണിക്കുന്നത്? ഇദ്ദേഹം ഈ കേരളത്തിലെ ഈ 3,54,00,000 ജനങ്ങളോടാണ് ഈ പറയപ്പെട്ട പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പെരുമാറ്റം. കാരണം ഇവിടെ കൃഷി പോയാലേ ഈ 3,54,00,000 ജനങ്ങളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷം കലർന്ന, പെസ്റ്റിസൈഡ് കലർന്ന അരിയും ചെറുപയറും മറ്റും എല്ലാ പയറുവർഗ്ഗങ്ങളും എല്ലാ സാധനങ്ങളും കഴിക്കുന്നത്. അപ്പം ഇവരെ ഈ അശോകിനെ ചേർത്ത് പിടിക്കുക, അശോകിന് പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കുക, കാർഷിക മേഖലയ്ക്ക് കൊടുക്കേണ്ട പണം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകരെയാണ്, ഇവിടുത്തെ ജനങ്ങളെയാണ് ചേർത്ത് പിടിക്കുന്നത്. കർഷകരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളെയുമാണ് ചേർത്ത് പിടിക്കുന്നത്. അത് ചെയ്യാത്ത ഗവൺമെന്റ് ആ ആദ്യ ദിവസത്തെ വാഗ്ദാനം കൊണ്ട് തന്നെ, അതായത് നമുക്ക് തരുന്ന വാണിങ്, ഞാൻ ജനങ്ങളുടെ കൂടെ അല്ല എന്നാണ്. അതല്ലാതെ ഞാൻ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമത വളർത്തുമെന്നല്ല, കാര്യക്ഷമത കാണിക്കുന്നവരെ ഞാൻ എന്താ പറയുക, ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ കാലം കൊണ്ട്.